ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം രാജ്യവ്യാപകമായി അല്പസമയത്തിനകം മോക്ക് ഡ്രിൽ നടക്കും. കേരളത്തിലെ എല്ലാ ജില്ലകളിലും മോക്ക് ഡ്രിൽ ഉണ്ടാകും. 4 മണിക്ക് വിവിധയിടങ്ങളിൽ സൈറൻ മുഴങ്ങും. വ്യോമാക്രമണം ഉണ്ടായാൽ എന്തൊക്കെ ചെയ്യണമെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കും. മോക്ക് ഡ്രിൽ മുഴങ്ങുന്ന അലാമുകളുടെ ശബ്ദം എങ്ങനെ? 2 തരം അലാമുകൾ ഉണ്ടാകും. ഒന്ന് ഡ്രിൽ ആരംഭിക്കുന്നതിനുള്ള മുന്നറിയിപ്പാണ്. മറ്റൊന്ന് മോക്ക് ഡ്രിൽ അവസാനിപ്പിച്ചതായി സൂചിപ്പിക്കുന്ന സൈറനായിരിക്കും. പൊതുജനങ്ങളുടെ അറിവിലേക്ക് ആ സൈറനുകൾ എന്തൊക്കെയെന്ന് വിശദീകരിക്കുന്നു അലക്സ് റാം മുഹമ്മദ്. അലക്സ്, ഇത് കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപിച്ചതാണ് ഈ മോക്ക് ഡ്രിൽ. അത് ഏത് തരത്തിലായിരിക്കും നടക്കുക? സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ഉണ്ടല്ലോ അല്ലേ മോക്ക് ഡ്രിൽ? അലക്സ്, ഉന്മേഷ, രാജ്യസുരക്ഷയുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ മോക്ക് ഡ്രിൽ അത് രാജ്യവ്യാപകമായി തന്നെ നടത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി എല്ലാ സംസ്ഥാനങ്ങളിലും ജില്ലകളിലുമൊക്കെ ഈ മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുന്നുണ്ട്. കേരളത്തിലേക്ക് വന്നാൽ അതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് നേതൃത്വം നൽകുന്നത്. അത് എവിടെയൊക്കെയാണ് ആ മോക്ക് ഡ്രിൽ, അത് ആ സൈറൻ മുഴങ്ങുന്നതെന്നുള്ള കാര്യം നേരത്തെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ അത് 4 മണി മുതൽ 4:30 മണി വരെയാണ് ഈ മോക്ക് ഡ്രിൽ മുഴങ്ങുക. ഈ മോക്ക് ഡ്രിൽ നടക്കുക, ഈ സൈറൻ മുഴങ്ങുക ഒക്കെ ഈ സമയത്താണ്. അതെങ്ങനെയായിരിക്കുമെന്ന് ജനങ്ങളെ പരിചയപ്പെടുത്തണം, അവരെ ബോധവൽക്കരിക്കണമെന്ന് നേരത്തെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് നമ്മൾ. അതായത് 4 മണിക്കായിരിക്കും ആദ്യത്തെ മോക്ക് ഡ്രില്ലുമായി ബന്ധപ്പെട്ട സൈറൻ മുഴങ്ങുക. അത് 30 സെക്കൻഡ് ദൈർഘ്യമുള്ള സൈറൻ 3 വട്ടം, അതായത് 90 സെക്കൻഡ് വരെ ആ സൈറൻ മുഴങ്ങും. ആ സൈറന്റെ ശബ്ദം അതിങ്ങനെയായിരിക്കും. ജനങ്ങൾ അതിൽ ഭയക്കേണ്ടതില്ല, ഭയചകിതരാകേണ്ടതില്ല. ആ സൈറന്റെ ശബ്ദം ദുരന്ത നിവാരണ അതോറിറ്റി പറഞ്ഞതിന് പ്രകാരം നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. അതിങ്ങനെയായിരിക്കും ആ ശബ്ദം. ഈ സൈറൺ മുഴങ്ങുന്നതോടെ ആ മോക്ക് ഡ്രിൽ ആരംഭിക്കുകയായി. തുടർന്ന് എങ്ങനെയാണ് ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെങ്ങനെയാണ് എടുക്കേണ്ട മുൻകരുതൽ എന്നത് സംബന്ധിച്ച് മോക്ക് ഡ്രിൽ നടക്കും. അതിനുശേഷം 4:28 കൂടിയായിരിക്കും ഇത് അവസാനിച്ചു. മോക്ക് ഡ്രിൽ അവസാനിച്ചതുമായി ബന്ധപ്പെട്ട സൈറൺ മുഴങ്ങുക. അതായത് സുരക്ഷിതം എന്ന് സൂചിപ്പിക്കുന്ന സൈറനാണത്. 30 സെക്കൻഡ് ദൈർഘ്യമുള്ള ആ സൈറൻ അതിങ്ങനെയായിരിക്കും. നാല് മണി മുതൽ 4:30 മണി വരെ ആയിരിക്കും മോക്ക് ഡ്രിൽ നടക്കുക. അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കമായതായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. രാജ്യവ്യാപകമായി ഈ മോക്ക് ഡ്രിൽ നടത്തുകയാണ് ഉമേഷ്. അലക്സ് റാം മുഹമ്മദാണ് ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. രാജ്യവ്യാപകമായിട്ടാണ് ഈ മോക്ക് ഡ്രിൽ നടക്കാൻ പോകുന്നത്. ഇത് പ്രതിരോധ സംവിധാനം അതിൻ്റെ കാര്യക്ഷമത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ മോക്ക് ഡ്രിൽ. 4 മണിക്ക് അത് ആരംഭിക്കും. 4:30 കൂടി അത് സമാപിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ ജമ്മു കാശ്മീർ ഒഴികെയുള്ള രാജ്യത്തിൻ്റെ ഇടങ്ങളിലാണ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ മോക്ക് ഡ്രിൽ. ജമ്മു കാശ്മീരിലെ പ്രത്യേക സാഹചര്യം, ഇന്ത്യ പാകിസ്ഥാൻ നൽകിയ തിരിച്ചടിയുടെ ഒരു പശ്ചാത്തലത്തിൽ അവിടെ ഈ മോക്ക് ഡ്രിൽ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം രാജ്യത്തിൻ്റെ മറ്റിടങ്ങളിലൊക്കെ ഈ മോക്ക് ഡ്രിൽ നടക്കും. കേരളത്തിൽ ഇത് നടക്കും. എല്ലാ ജില്ലകളിലും ഈ മോക്ക് ഡ്രിൽ ഉണ്ടാകും. അതിനായുള്ള ഒരുക്കങ്ങളൊക്കെ ഇപ്പോൾ ജില്ലകളിൽ നടന്നു വരികയാണ്. അതിനിടയിൽ ഇപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ ഒരു വാർത്ത പങ്കുവയ്ക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ നാഷണൽ അസംബ്ലി ഇന്ന് വൈകിട്ട് 4 മണിക്ക് ചേരാൻ പോകുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണമെന്നുള്ള ചർച്ചകൾ ഈ പാകിസ്ഥാൻ നാഷണൽ അസംബ്ലിയിൽ നടക്കുമെന്ന വിവരം കൂടിയും പുറത്തു വരുന്നുണ്ട്. ഏറ്റവും പുതുതായി ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് പുറത്തുവരുന്ന ഒരു വിവരം, ഇന്ത്യൻ സേന നടത്തുന്ന ആക്രമണത്തിന് മറുപടി നൽകാൻ സൈന്യത്തിന് അധികാരം നൽകി എന്നുള്ളതാണ്. പാകിസ്ഥാന്റെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിന്റെ തീരുമാനമായിട്ടാണ് അതിപ്പോൾ പുറത്തുവരുന്നത്. സൈന്യത്തിന് അതിനുള്ള പൂർണ്ണ അധികാരം നൽകിയിരിക്കുന്നു പാക് ഭരണകൂടം എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. തിരിച്ചടിയുടെ രീതി, സമയം അതൊക്കെ സേനയ്ക്ക് തീരുമാനിക്കാം, പാക് സൈന്യത്തിന് തീരുമാനിക്കാം എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇന്ത്യ ആക്രമണം നടത്തിയത് ഭാവനാത്മക ഭീകരതാവളങ്ങൾ എന്നുള്ള നിലയ്ക്കാണ് പാകിസ്ഥാൻ ഇപ്പോൾ നിലപാട് വിശദീകരിക്കുന്നതും അത്തരത്തിൽ സേനയ്ക്ക് അവർ അധികാരം കൈമാറുന്നതും.